കടക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്ന് നല്ല തിരക്കായിരുന്നു. വസ്തുതർക്കവുമായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താവിൻ്റെ ചെവി കടിച്ചു പറിച്ചെന്ന് പറഞ്ഞ് ഭർത്താവ് കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു അമ്മച്ചിയുടെ മാല മോഷണം പോയെന്നും പറഞ്ഞ് അമ്മച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ പരാതിയുമായിട്ട് സ്റ്റേഷനിൽ നിൽക്കുവാണ്. SHO ഓരോ പരാതിക്കാരെയൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ചിലരെ വിരട്ടുന്നുണ്ട്, ചിലരെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ദാമം വേദം ദണ്ണയൊക്കെ പോലീസുകാർ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഇങ്ങനെ കേസ് പരിശോധിച്ചിട്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അവൻ്റെ കയ്യിൽ മടക്കി പിടിച്ച ഒരു വെള്ള പേപ്പറൊക്കെ ഉണ്ട്. വന്ന പാടെ SHOയുടെ റൂമിലേക്ക് കയറുകയാണ്. പോലീസുകാരൻ ഇങ്ങനെ അയാളെ സൂക്ഷിച്ച് നോക്കിയേ, എന്തോ അത്യാവശ്യക്കാരനായിരിക്കും, പരാതിയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. വന്ന പാടെ ആ വെള്ള പേപ്പർ ആ SIയുടെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. SI ആ വെള്ള പേപ്പർ എടുത്ത് ഇങ്ങനെ വെള്ളം വായിക്കുവാണ്. എന്നിട്ട് ഇവൻ്റെ മുഖത്തേക്ക് നോക്കി ആ പരാതിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുകയാണ്. ആ SIക്ക് തല ചുറ്റുന്നത് പോലെ. കാരണം അങ്ങേരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനൊരു പരാതി പുള്ളി കണ്ടിട്ടേ ഇല്ല. വല്ലാത്തൊരു പരാതിയാണ്. വീണ്ടും വീണ്ടും സൂക്ഷിച്ച് നോക്കി, അവനെ നോക്കി, ഇതിന് കുഴപ്പമുള്ള പയ്യനാണോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കുന്നത്. എന്തായാലും പോലീസുകാരൻ ശരിക്കും പറഞ്ഞ തല ചുറ്റി. കാരണം ആ പരാതി ഇങ്ങനെയായിരുന്നു, സാറേ ഈ പഞ്ചായത്തിലെങ്ങും എനിക്കൊരു പെണ്ണിനെ കിട്ടാനേ ഇല്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരിക എന്ന് ഒപ്പ് ഇണ്ണാറ. പരാതിയും കൊടുത്തിട്ട് അവൻ ഇറങ്ങി പോവുകയാണ്. പോലീസ് ശരിക്കും പറഞ്ഞ ഒരു വലിയ പുലിവാലി പിടിക്കുകയാണ്. പലതരം പരാതിയെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു പരാതി, കാര്യം പോലീസുകാരൻ അവന് പെണ്ണ് അന്വേഷിച്ച് കൊടുക്കണം. അങ്ങനൊരു പരാതിയും കൊടുത്തിട്ട് വളരെ കൂളായിട്ട് പുള്ളിക്കാരൻ ഇറങ്ങി പോവുകയും ചെയ്തു. പോലീസുകാരൻ ഇങ്ങനെ വാവളിച്ച് ഒറ്റ ഇരിപ്പാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായി പരാതി കൊടുത്ത് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് തീരുമാനം എന്റെ സ്വന്തം കാര്യമാണോ അല്ല, അത് നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം അങ്ങനത്തെ കല്യാണം. ആണ്. അത് നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഞാനേ ഉള്ള പൊളിറ്റീഷ്യനെ അറിയിച്ച് നമുക്ക് ഒരു സുരക്ഷിത വേണം. പോലീസുകാർ ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം പോലീസിന് പരാതിയാണ് കിട്ടിയിരിക്കുന്നത്, അത് രേഖാമൂലം. നാളെ ഈ പരാതി കൊടുത്ത് അവൻ എന്തെങ്കിലും കടുങ്കൈ കാണിച്ചു കഴിഞ്ഞാൽ പോലീസാണ് തൂങ്ങുന്നത്. അതും പെണ്ണ് കിട്ടാനില്ല എന്നുള്ള മനോദുഃഖത്തിൽ ആ ചെറുക്കം പോയി കെട്ടിത്തൂങ്ങി ചത്തു കഴിഞ്ഞാൽ ആര് പ്രതിയാവും? പോലീസുകാർ പ്രതിയാവും. അങ്ങനെ പോലീസ് അടിയന്തര മീറ്റിംഗ് വിളിക്കുന്നത് എങ്ങനെ ഇത് പരിഹരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ചർച്ച നീങ്ങുകയാണ്. പരാതി കൊടുത്ത ആളുടെ പേരാണ് അനി. അനിക്ക് വലിയൊരു ചരിത്രമുണ്ട് കേട്ടോ. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു പരാതി കൊടുക്കണമെങ്കിൽ ആ ചെറുപ്പക്കാരൻ മനസ്സ് അത്രത്തോളം നൊന്തു കാണുമല്ലോ. അങ്ങനെ ആ നോവലാണ് പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പരാതിയായിട്ട്. അനിയുടെ ചരിത്രം എങ്ങനെയാണ്? അനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, കണ്ണിന് കാഴ്ച വളരെ കുറവാണ്, ലോട്ടറി കച്ചവടം, അതുപോലെ തൊഴിലുറപ്പിൽ ജോലി, അങ്ങനെയൊക്കെ ചെയ്താണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. ഒരുപാട് പേരോട് അനി ഈ സങ്കടം വിവരിച്ച് എനിക്കൊരു പെണ്ണിനെ കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്ക് 32 വയസ്സായി, കണ്ണിനധികം കാഴ്ചയില്ല, എന്നെ നോക്കാൻ ആരാ ഉള്ളതെന്നൊക്കെ ഉള്ള രീതിയിൽ പല ബന്ധുക്കളോടും പഞ്ചായത്ത് മെമ്പറോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ ഒരുമാതിരി കളിയാക്കി, അനിയെ നീ പോയി എവിടെ തപ്പിയെടുക്കുക, നിൻ്റെ കാര്യം പോ എന്നൊക്കെ പറഞ്ഞ് അനിയെ ഓടിച്ചു വിട്ടു. പക്ഷെ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് വേവുന്നത് ഒരാൾ പോലും തിരിച്ചറിഞ്ഞില്ല. പല രാത്രിയിലും അനി ഉറങ്ങിയിട്ടില്ല. കാരണം അവൻ്റെ കാര്യം അങ്ങനെയാണ്. അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഒന്ന് സംസാരിക്കാൻ, പണി കഴിഞ്ഞ് വന്നാൽ ഒരു തുള്ളി വെള്ളം തരാൻ ആ വീട്ടിൽ ആരുമില്ല. അങ്ങനെ ഓരോ ചിന്തകൾ ഇങ്ങനെ ഭരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇനി അവസാന മാർഗ്ഗമാണ് നമ്മുടെ പോലീസുകാരെടുത്ത് പല രീതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നവരാണല്ലോ നമ്മുടെ അധികൃതർ. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ കടക്കൽ പോലീസിൽ കൊണ്ട് ഒരു പരാതി കൊടുത്തത്. ഇവിടുത്തെ സമൂഹവാസികളുടെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞു നോക്കിയപ്പോ അവർക്ക് ഒരു പുച്ഛം പോലെ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഒരു സ്വന്തക്കാര് വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഓരോ വർഷവും ഇങ്ങനെ അവൻ പോകട്ടെ. ഞാൻ ചോദിച്ചത് ഈ ആരെങ്കിലും പറഞ്ഞു ചോദിച്ചാണോ പോലീസ് സ്റ്റേഷൻ? അല്ല എന്റെ സ്വന്തമായിട്ടോ. അപ്പൊ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോ അവര് നടത്തണമെന്ന് അവർക്ക് ഉള്ളി ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തോ ദൈവത്തിന്റെ ഒരു കൃപയായിട്ട് അവര് രണ്ടും പെട്ടെന്ന് മരണപ്പെട്ടു ആവേശമായിട്ട് പോയി. അനിയുടെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി. കാരണം ഇതൊരു വ്യത്യസ്തമായ വാർത്തയാണല്ലോ. വാർത്ത വായിച്ചവർക്കെല്ലാം ഒരു സഹതാപം, പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ പോയി കൊടുത്തല്ലോ എന്നൊക്കെയുള്ള സഹതാപം മാത്രമേ ഉള്ളൂ. പക്ഷേ അനിയെ സഹായിക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല. അനി ഇങ്ങനെ കാത്തിരിക്കുവാണ്, എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകുമോ, തൻ്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും പെൺകുട്ടി കടന്നു വരുമോ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സന്തോഷ വാർത്ത അനി അറിയുകയാണ്. അനിക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഷീജ എന്ന് പറയുന്ന പെൺകുട്ടിയല്ല, ഒരു സ്ത്രീ. ഷീജയുടെ കഥ ഇങ്ങനെയാണ്. ഷീജയ്ക്ക് ഭർത്താവുണ്ട്, പക്ഷേ ഭർത്താവ് മരിച്ചുപോയി. ലീഗലായിട്ട് കല്യാണം കഴിച്ചതല്ല. അതിൽ 2 കുട്ടികളൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ മക്കൾക്കും വേണ്ട, ഭർത്താവ് മരിച്ചും പോയല്ലോ. അങ്ങനെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് ഈ ഷീജ. തൊഴിലുറപ്പ് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഒരു സഹായത്തിന് പോലും ആരുമില്ല. പലപ്പോഴും ഒന്ന് സംസാരിക്കാൻ, തൻ്റെ ഉള്ളിലെ സങ്കടം ഒന്ന് പറയാൻ പോലും ഒരു ആൺതുണ ഒരു സ്ത്രീക്കില്ല. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ബലം എന്താ? ഒരു ആൺതുണയാണല്ലോ. ക്ഷീണിച്ചാൽ ഞാൻ നാളെ എന്ത് ചെയ്യും, എൻ്റെ പ്രശ്നം ഇങ്ങനെയാണെന്ന് പറയാൻ ഒരു ആണുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു ബലമായിരിക്കും സ്ത്രീക്ക്. അങ്ങനെ ഒരു ബലം ഷീജയ്ക്കില്ല. അങ്ങനെ ആകപ്പാടെ സങ്കടപ്പെട്ട് മരണത്തെപ്പറ്റി പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത ഷീജയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അനിക്കൊരു പെണ്ണ് വേണം. അത് വല്ലാത്തൊരു സന്തോഷമായി, ഒരു പുതിയ പ്രതീക്ഷയായി നമ്മുടെ ഷീജയ്ക്ക്. അത് ഞാൻ ചാനലിൽ കൂടെ മൊബൈലിൻ്റെ കൂടെ കണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ.
അല്ലാതെ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ടുമില്ല. ഞാൻ നോക്കിയപ്പോൾ നമ്മട്ടി എടുത്ത് ചെയ്യുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ നിന്ന് കരഞ്ഞപ്പോൾ എനിക്കങ്ങ് കരഞ്ഞിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്, പറഞ്ഞത്? എനിക്ക് എവിടെ ചെന്നിട്ടും പെണ്ണ് കിട്ടുന്നില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇത്ര സെൻറ്റ് വസ്തുവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി നേരം നിന്ന് നോക്കിയിട്ട് ഒത്തിരി നേരം നിന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ കൂടെ അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരി പറഞ്ഞടി നീ വാക്ക് കൂടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ ഒത്തിരി നേരം നിന്ന് ആലോചിച്ച് നീ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങേണ്ട കാര്യമുണ്ടെന്ന് വെച്ചാൽ അവിടെ ഒന്നാമത്തെ കാര്യം ഈ വീട്ടിൽ വെള്ളമില്ല, രണ്ടാമത്തെ കാര്യം എനിക്ക് നാത്തുമാരും ഒരു സഹകരണവും ഒന്നുമില്ല, പിന്നെ ഒറ്റപ്പെട്ട ഞാൻ ചുരുക്കം പറഞ്ഞ ഒരു ജീവിത പങ്കാളിയെ വേണം. അപ്പോഴാണ് അനിലിന്റെ ഈ സംഭവം അറിയുന്നത്. അങ്ങനെ ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് ഞാനത് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് തൊഴിലുറപ്പും തീരാറായി, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് എന്തിനാ അവിടെ കിടക്കുന്നതെന്നുള്ളത് ചെയ്തു. പിന്നെ പിള്ളേർ തരത്തില്ലെന്ന് പറഞ്ഞു. അനിലിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഈ ഷീജയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. തന്നെ പോലെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആളാണ് അനിൽ. ഒന്ന് സ്നേഹിക്കാനോ ഒന്ന് പരാതി പറയാനോ ഒന്ന് കൊഞ്ചാനോ ഒന്നും അനിലിനും ആരുമില്ല. കുറച്ച് സ്വത്തുക്കളും വീടൊക്കെ മാത്രമേ അനിലിനുള്ളൂ, പക്ഷേ സ്നേഹിക്കാൻ ഒരാളില്ലല്ലോ. അതാണ് ഷീജയെ ആകുലപ്പെടുത്തിയ ഒരു സങ്കടം. എന്തായാലും ഷീജ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് അനിയുടെ മാത്രം പെണ്ണായിട്ട് ഉള്ള ജീവിതമായിരിക്കും. ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ ഷീജ. എന്നെ പോലെ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു ജീവിതമാണല്ലോ അതിന് കിട്ടിയെന്നുള്ളൊരു ധാരണയിലേ ഞാൻ കണ്ണിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായും ഇഷ്ടമാണ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അതിനകത്ത് ഉറച്ചു നിൽക്കുവാണ്. ഞാൻ ഉറച്ചത് തന്നെ. അതേസമയം ഈ അനിൽ ഷീജ നേരിട്ട് കണ്ടിട്ടില്ല. പത്രമാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമാണ് ഈ അനിലിന് കിട്ടിയിട്ടുള്ളത്. ആ വാർത്തയെല്ലാം അയാൾക്കൊരു കാര്യം ബോധ്യമായി, തന്നെ എവിടെയോ ഇരുന്നു കൊണ്ട് ആ സ്ത്രീ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സ്ത്രീയാണ് ഷീജ. ഒരു കാര്യം അനിൽ അവിടെ വെച്ച് തീരുമാനിക്കുവാണ്, ഇനി തനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ ഷീജ മാത്രമായിരിക്കും. ആ ഒരു കാര്യം അനിൽ ഉറപ്പിക്കുവാണ് ഇവിടെ. അവളെ നേരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നു. അറിയാൻ വയ്യാത്തവളാണെങ്കിലും വരത്തില്ലല്ലോ. അതെ, അവക്ക് എന്ന് പറഞ്ഞപ്പോ ഒരു ഭാര്യ പോലെ ആണല്ലോ നമ്മളെ കാണുന്നത്. അവൻ തള്ളയുടെ സ്ഥാനത്ത് തള്ള പോലെ അല്ലെങ്കിൽ പോലെ ഭാര്യ പോലെയാണ് നമ്മളെ കാണുന്നത്. ഇനി കുറച്ചു നേരം നമുക്കിവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കാം. അനിലിനും ഈ ഷീജയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ എന്താണ്, ഭർത്താവിനെ പറ്റി ഷീജയ്ക്കും ഷീജയെ പറ്റി ഈ അനിലിനൊക്കെ പറയാനുള്ള കാര്യം നമുക്ക് രഹസ്യമായിട്ട് മാറി നിന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് സംഭവിച്ചായിരുന്നാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ, അതിൽ ഞാൻ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നോക്കാൻ തീർച്ചയായും തയ്യാറാണ്, അദ്ദേഹം സ്വീകരിച്ചാൽ. പക്ഷെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല ഇതുവരെ? കണ്ടിട്ടില്ല. സീരിയയെ വിളിച്ച് സീരിയയുടെ ഡിസ്റ്റോ ആണോ ഒന്നും കൂടെ ചോദിക്കണം. ചാനലിൽ മാത്രം പറഞ്ഞാൽ നോക്കത്തില്ലല്ലോ, മൊബൈൽ സമയമല്ലല്ലോ. നമുക്ക് ഒന്നും കൂടെ അത് നോക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. വിചാരിച്ചൊരു കയറി കിടക്കാടോ, നാളെ ഒരു സമയത്ത് നമ്മുടെ അടിച്ചിറക്കിയ എനിക്ക് എൻ്റെ വീട്ടിൽ ചേക്കയില്ല, കിടക്കാടായില്ല. ഞാനത് ചിന്തിച്ചോളൂ. ഞാൻ സബിന് എന്റെ വീട്ടിൽ ഒരാൾ വരുമ്പോ ഞാൻ ഒന്നും മിണ്ടാനും പറയാനും, പക്ഷെ അവളെ എന്റെ മുതൽ കൽപ്പിച്ചുകൊണ്ട് പോവാൻ പാടില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അവള് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ, അത് ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത് ഉറപ്പിക്കൂ. ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം അനുമാനിക്കാം. ഈ ഷീജയ്ക്കും എനിക്കും കല്യാണത്തെ പറ്റി ഒരു ധാരണയുണ്ട്. കല്യാണം കഴിക്കുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ എനിക്ക് കല്യാണത്തെ പറ്റി ഒരു ധാരണയുണ്ട്. കാരണം കല്യാണം 6 മാസം കഴിഞ്ഞിട്ട് മതി. കുറച്ച് പേരെ വിളിക്കണം, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, മാത്രവുമല്ല ഏകദേശം ഈ പെണ്ണിൻ്റെ സ്വഭാവമൊക്കെ പഠിക്കണമല്ലോ. അതിനുള്ള കാലാവധിയായിട്ടാണ് ഈ 6 മാസം ചോദിച്ചിരിക്കുന്നത്. 6 മാസം കാലാവധി പറഞ്ഞാൽ എന്താ, കല്യാണം നടത്തുമ്പോൾ ഇച്ചിരി 10 പേരെ വിളിച്ച് ഒരു മനസ്സിൽ 10 പേരെ വിളിച്ച് ചെറിയൊരു ലഘുഭക്ഷണം കൊടുത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു വല്ലാത്തൊരു ആശ്വാസമായി നമ്മുടെ കടക്കൽ പോലീസിന്. കാരണം ഈ പയ്യൻ എന്തെങ്കിലും അവിവേകം കാണിച്ചു കൂട്ടിയാൽ തൂങ്ങുന്ന ആരാണ്? നമ്മുടെ പോലീസായിരിക്കും. പിന്നെ അതിൻ്റെ ചീത്ത പേര് വേറെ. എന്തായാലും ഈ ന്യൂസൊക്കെ പോലീസിൻ്റെ ശ്രദ്ധയിലും പെട്ട് ഒരു വലിയ ആശ്വാസമായിട്ട് മാറിയിരിക്കുവാണ് നമ്മുടെ പോലീസുകാർ. എന്തായാലും നമ്മുടെ ഷീജയും അനിയും എടുത്ത തീരുമാനം ഒരു നല്ല തീരുമാനമായിരിക്കട്ടെ എന്നുള്ള കാര്യവും പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താവുമെന്നുള്ള ആകാംക്ഷയിലും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.